ഹായ്, ഈ സ്കൂട്ടറുകളിലെ SUV എന്നറിയപ്പെടുന്ന മോഡലാണ് റിവർ ഇൻഡി. റിവർ ഇൻഡിയുടെ റിയൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അജിത് കുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അജിത് കുമാർ മുണ്ടക്കയംകാരനാണ്, കുട്ടിക്കാനത്താണ് ജോലി. അപ്പോൾ നിങ്ങൾക്കറിയാം, കിഴക്കൻ മലയോരം എന്നും കയറി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഈ സ്കൂട്ടർ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ റിയൽ ഫീഡ്ബാക്ക് എന്ന് നമുക്ക് അജിത്തിനോട് ചോദിക്കാം. അജിത്തെ, എന്തുകൊണ്ടാണ് വണ്ടി വാങ്ങിയത്? എന്താണ് ഇഷ്ടമായത് ഇതിൽ? വണ്ടി ഇത് എന്താ, ഞാനൊരു 9 മാസത്തോളം കാത്തിരുന്ന് മേടിച്ച വണ്ടിയാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. എന്താ ഇഷ്ടമായത്? ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഓക്കെ. കാരണം ഈ പറയുന്ന പോലെ തന്നെ ഒരു മിനി XUV തന്നെ വണ്ടി. സ്റ്റോറേജ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് ലുക്ക് കൊണ്ടും ഒക്കെ. ഞാൻ നമ്മുടെ പ്രേമലു സിനിമ കണ്ടിട്ടൊരു ഇഷ്ടം തോന്നിയിട്ട് നോക്കിയത്. അന്നൊന്നും ഈ വണ്ടി ഇവിടെ ഇറങ്ങിയിട്ടില്ല, ബാംഗ്ലൂരായിരുന്നു. പിന്നെ ചെന്നൈയിൽ വന്നു, കാത്തിരുന്ന് ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ എറണാകുളത്ത് വന്നതിന് ശേഷം. ഓക്കെ, അങ്ങനെ മേടിച്ചതാണ്. ഇഷ്ടം കൊണ്ട് മേടിച്ചു തന്നെ. പക്ഷേ എടുത്തിടത്തോളം വെറുത്താ വണ്ടി. ആണല്ലേ? എന്തൊക്കെ ഇഷ്ടമായ ഫീച്ചേഴ്സ് എന്തൊക്കെ, അതൊന്ന് പറഞ്ഞേ. ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് കൊണ്ട് ഒരു ഓട്ടോയ്ക്ക് കൊള്ളുന്ന അത്ര സാധനങ്ങൾ കൊള്ളു. ശരി. അത്യാവശ്യം നമ്മുടെ ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടല്ല. ഒരു ഗ്യാസ് കുറ്റി ആയിക്കോട്ടെ, ഒരു 10-20 കിലോ അരി ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരന് അത്യാവശ്യം കൊണ്ടു നടക്കാവുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അതെ, ഈ ക്രാഷ് ഗാർഡൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലേ? അത് രണ്ടും ഇൻബിൽട്ടായിട്ട് വരുന്നത് തന്നെ. ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്, അത് കൊള്ളാം. 2 സൈഡിലും. പിന്നെ ഡിസൈൻ വൈസ് നല്ല രസമല്ലേ? അതെ. ഇതിപ്പം നമ്മുടെ എവിടോട്ട് അധികം ഇറങ്ങിയിട്ടില്ല ഈ വണ്ടി. ഹൈ റേഞ്ചിൽ ഓടിക്കുമ്പോൾ ഒരുപാട് പേര് വന്ന് വണ്ടി എങ്ങനെയുണ്ട് നിർത്തി ചോദിക്കാറുണ്ട്. എത്ര റേഞ്ച് അവർ പറയണേ? എത്ര അജിത്തിന് കിട്ടുന്നത്? 110-120 അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ ഹൈവേയിലൊക്കെ ഒരു 110 കിട്ടുന്നുണ്ട്. 110-115 കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ഹൈ റേഞ്ചിൽ 85-90 അത്ര കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഏറെക്കുറെ പക്കയാണ്. ഇതുവരെ അങ്ങനത്തെ വേറെ കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. യാത്രാസുഖം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. സൂപ്പറാ, യാത്ര പക്കയാണല്ലേ? സർവീസ് അവര് ഇവിടെ വന്ന് ചെയ്യും. ഒരു 100 കിലോമീറ്ററിന് അപ്പുറത്തേക്കുള്ളത് അവര് വന്ന് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തു തരുന്നുണ്ട്. ശരി. കാര്യമായിട്ട് വലിയ സർവീസ് ഒന്നും വരുന്നു ഇല്ല. ചെയിന് ലൂബ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ സർവീസ് സെന്ററും കസ്റ്റമർ കെയറും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി. അവർ വളരെ നമ്മളോട് അത്രയും നീറ്റായിട്ടുള്ള ഇടപെടലൊക്കെയാണ്. ശരി. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരും. അത് ഭയങ്കര ഇതാണ്. കാരണം അത്രയും ക്ലിയർ ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ. ഈ സ്റ്റെപ്പ് എന്തിനാ അജിത്ത് ഉപയോഗിക്കുന്നത്? അത്യാവശ്യം നമ്മളെന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ വെക്കുകയാണെങ്കിൽ കാല് ഇറക്കി വെക്കാനും ഒക്കെ. പിന്നെ എനിക്ക് അങ്ങനെ ചവിട്ടി ഇപ്പൊ അതൊരു ബാലൻസ് ആയി. ആണോ? ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. നല്ല വണ്ടിയിൽ ഇരിക്കുമ്പോഴേ കുറച്ചുകൂടെ കംഫർട്ടബിളാ അങ്ങനെ ഇരിക്കുമ്പോൾ. ഇതിന്റെ പ്രത്യേകതകൾ ഭയങ്കര രസാ. ഈ ഇത് കണ്ടോ, ബൈക്കിന്റെ അതേപോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. പിന്നെ ബാക്കിലും 2 സസ്പെൻഷൻ ഉണ്ട് അല്ലേ? അതെ. നല്ല വണ്ടിയാ. മൊത്തം സാറ്റിസ്ഫൈഡ് ആണ് ഫുള്ളി. എടുത്ത് 2 മാസത്തിനുള്ളിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അത്ര സന്തോഷം. കാരണം ഇതുവരെ കൊണ്ടു നടന്നിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. മുമ്പ് ഏതായിരുന്നു വണ്ടി? ബൈക്ക് നേരത്തെ ഡിയോ ആയിരുന്നു. ഡിയോ. ഇന്റർഫേസ് കൊള്ളാല്ലേ? ടച്ചും മറ്റേതൊന്നും അല്ല. നോർമലി ഇലക്ട്രിക് സ്കൂട്ടറിന് ടച്ചും ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേങ്കിൽ ഇത് ടച്ച് ഇല്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ടച്ച് വർക്കാവും, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നോർമലി നമുക്ക് വേണ്ട അത്യാവശ്യ ഫീച്ചേഴ്സ് എല്ലാം ഇത് കിട്ടുന്നുണ്ട്. പിന്നെ ഹാപ്പിയാണ്. നല്ല കലക്കൻ ഡിസൈനല്ലേ? ഡിസൈൻ ബോൾഡ് ആണല്ലേ? പിന്നെ അടിപൊളി. ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് എന്താ തോന്നിയുള്ളത്? നെഗറ്റീവ് ഇതുവരെ തോന്നിയിട്ട് ഒന്നുമില്ല. പക്ഷെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടൊരു നെഗറ്റീവായിട്ട് പറയാൻ ആകെ കൂടി ഉള്ളത് ഈ ഒരു ഡിസ്പ്ലേയിൽ ഈ ചെറിയ വിള്ളൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വന്ന് ഈ വെയിൽ കൊണ്ടപ്പോഴത്തേനെ ചെറിയ ക്രാക്കുകൾ വീഴുന്നുണ്ട്. അത് മാത്രമാണ് ഇതുവരെ നെഗറ്റീവായിട്ട് തോന്നുന്നത്. അത് ഞാൻ അവരുടെ കസ്റ്റമർ കെയറെ വിളിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. വേറൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെയാ. ശരി.
നോർമലി ഇത്തരം പ്ലാസ്റ്റിക്കുകളിലൊക്കെ ചെറിയ ക്രാക്ക് വീഴാറുണ്ട് ഈ വെയിൽ കൊള്ളുമ്പോഴൊക്കെ. പക്ഷേ 2 മാസത്തിനുള്ളിൽ തന്നെ വെയിൽ കൊണ്ടപ്പോൾ ക്രാക്ക് വീണതിൽ അതെ അതെ മനസ്സിലായി. അതെ ഇതിൽ 2 ഹെൽമെറ്റ് വെക്കാം, ഈസി ആയിട്ട് വയ്ക്കാം. ഈ പറഞ്ഞ പോലെ 10 കിലോ അരിയും കൊണ്ട് 10 അല്ല 20 കിലോ അരിയാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ USB ചാർജർ ഉണ്ടെന്ന് കണ്ടു, അതെവിടെ? അത് ചാർജ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. സ്പീഡാണോ? അത്യാവശ്യം സ്പീഡാണ്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു ചാർജർ കൊണ്ട്. ഓ നമുക്ക് അത്യാവശ്യം ഇവിടെ വേണമെങ്കിൽ ഒരു അതെവിടെ? ആ ഇത് മറ്റേ ഓക്കെ മനസ്സിലായി. അത് കൊള്ളാം. നമുക്കിവിടെ അവർ തന്നെ മൊബൈൽ വെക്കാനുള്ള സ്റ്റാൻഡ് കിട്ടാറുണ്ട്. അത് വാങ്ങിയിട്ടില്ല. ആക്സറി ആണത്. അത് വെക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോൺ അതിലോട്ട് കണക്ട് ചെയ്യാൻ. ശരി ശരി ശരി. അതിനകത്ത് ഈ ലിവർ വലിച്ചു കഴിയുമ്പോഴാണ് ചാർജിങ്ങിൻ്റെ സേഫാണ്. വെള്ളമൊന്നും ഇറങ്ങാത്ത രീതിയിലുള്ള. ഇത് മെറ്റലാണോ? അല്ല ഫൈബർ തന്നെയാണ്, പക്ഷെ ഒരു മെറ്റൽ ഫിനിഷാണ്. അതെ അതെ മെറ്റൽ ഫിനിഷാണ്. അതെ. ഇപ്പോൾ ചാർജിങ്ങിൻ്റെ എന്താ അവസ്ഥ? ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് ഇതുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളെ ചാർജിങ് കറക്റ്റ് കണക്കാക്കി നിൽക്കണം. കാരണം ഫാസ്റ്റ് ചാർജിങ് ഇല്ല. 5 മണിക്കൂറാണ് ചാർജിങ് ടൈം നോർമലി. പക്ഷേ സ്കൂട്ടറുകൾക്കൊന്നും അങ്ങനെ ഫാസ്റ്റ് ചാർജിങ് ഇല്ല, കൊടുക്കാറില്ല. ചിലതിനുണ്ട് 5 മണിക്കൂർ. 5 മണിക്കൂറുണ്ട് എടുക്കും അല്ലേ? ടൈം എടുക്കും. നമ്മളത് കണക്കാക്കി തലേദിവസം സെറ്റാക്കി വയ്ക്കണം. നമ്മൾ അത്യാവശ്യം വീട്ടിലെ ഓട്ടോ എന്നൊക്കെ പറയുന്നത് 100 കിലോമീറ്ററിനുള്ളിലുള്ള ഓട്ടം. അതെ അതെ അതിന് ബെസ്റ്റാണ്. ഒരു ഒറ്റ തവണ ഫുൾ ചാർജ് 30 രൂപ. 30 രൂപയ്ക്ക് അകത്ത് 27 രൂപ അത്രേ ഉള്ളൂ. 4 യൂണിറ്റ്. ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. നല്ല കിഡിലൻ ഹെഡ് ലാമ്പ്, 14 ഇഞ്ച് അലോയ് വീല്, പിന്നെ ടെലിസ്കോപ്പിക്കാണ് ഫ്രണ്ട് സസ്പെൻഷൻ. ഇത് കണ്ടോ, അലോയ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്, ബൈക്കുകളിലൊക്കെ ഉള്ള പോലെ നല്ല ബോൾഡായിട്ടുള്ള ഡിസൈൻ. പിന്നെ നീ നേരത്തെ കണ്ട പോലെ ഈ ഫുഡ് പെഗ്, വീതിയുള്ള സീറ്റുകൾ, ലോക്ക് ചെയ്യാവുന്ന 12 ലിറ്റർ ഗ്ലൗ ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ USB ചാർജറുണ്ട്. 43 ലിറ്ററാണ് അണ്ടർ സീറ്റ് സ്റ്റോറേജ്. 168 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ പിന്നിൽ 2 ഹൈഡ്രോളിക് സസ്പെൻഷൻ. ടൈൽ ലാമ്പും കിഡിലനാണ്. പിന്നെ ഇതാണ് ലോക്ക് ആൻഡ് ലോഡ് പാനിയർ മൗണ്ട്സ്. 20 ഇഞ്ച് വൈഡ് അൾട്രാ ഫ്ലാറ്റ് ഫ്ലോർ ബെഡാണ്. വിശാലമായിട്ട് കാല് വയ്ക്കാം, സാധനങ്ങൾ വയ്ക്കാം. കൊച്ചിയിലെ എക്സ്-ഷോറൂം വിലയാണിത് 1.42 999. 3 വർഷമാണ് കമ്പനി വാറണ്ടി. 2 വർഷം അഡീഷണൽ എടുക്കണമെങ്കിൽ 4999 പ്ലസ് GST. കട്ടപ്പന കമ്പമേട്ടൊക്കെ പോയിട്ടുണ്ട് ഈ വണ്ടി. കമ്പമേട്ട പോയിട്ടുണ്ട്. അത് ശരി. നല്ല ഹൈ റേഞ്ച് ഏരിയയിലോട്ടൊക്കെ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഹൈവേയിൽ സ്റ്റേബിൾ അല്ലേ? സ്റ്റേബിളാണ്. അപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. മറ്റു വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. അടിപൊളി. ഇതാണ് റിവർ ഇന്ത്യയുടെ റിയൽ ഫീഡ്ബാക്ക്. ഓക്കെ, ട്രാവലർ ഓട്ടത്തിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.